നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ തന്നെ കടന്നുകൂടുന്ന ഒന്നാണ് ഞാൻ എന്ന അഹങ്കാരം. പണമുണ്ടെന്നോ അറിവുണ്ടെന്നോ സൗന്ദര്യമുണ്ടെന്നോ ഉള്ള ചിന്ത നമ്മെ മറ്റുള്ളവരെക്കാൾ ഉയർന്നവരാണെന്ന് തോന്നിപ്പിക്കുന്നു. എന്നാൽ ഈ അഹങ്കാരം നമ്മുടെ സമാധാനവും വളർച്ചയും തടയുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെ ഈ അഹങ്കാരത്തെ എങ്ങനെ മറികടക്കാം എന്ന് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാം. എന്താണ് അഹങ്കാരം? കൃഷ്ണൻ പറയുന്നു, അഹങ്കാരം എന്നത് മനസ്സിന്റെ ഒരു മറയാണ്. സത്യത്തെ കാണാൻ അത് നമ്മെ അനുവദിക്കില്ല. ഞാനാണ് എല്ലാം ചെയ്യുന്നത് എന്ന് ചിന്തയാണ് എല്ലാ ദുരിതങ്ങൾക്കും കാരണം. അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യതേ. അതായത് അഹങ്കാരത്താൽ ബുദ്ധി ഭ്രമിച്ചവൻ താനാണ് സകലതും ചെയ്യുന്നതെന്ന് വിചാരിച്ചിരിക്കുന്നു. യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരിച്ചാണ് എല്ലാം നടക്കുന്നത്. നമ്മൾ വെറും നിമിത്തങ്ങൾ മാത്രമാണ്. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന്റെ ഫലത്തെക്കുറിച്ച് അമിതമായി ചിന്തിക്കുമ്പോഴാണ് അഹങ്കാരവും വിഷമവും വരുന്നത്. ഞാൻ മികച്ച രീതിയിൽ ജോലി ചെയ്യും, ബാക്കി ദൈവത്തിന് വിട്ടുകൊടുക്കുന്നു എന്ന് ചിന്തിച്ചു തുടങ്ങുക. അവിടെ ഞാൻ എന്ന ഭാവം കുറയും. കൃഷ്ണൻ അർജുനനോട് പറയുന്നു, ഒരു ഉറുമ്പിലും ആനയിലും പണ്ഡിതനിലും പാപിയിലും ഒരേപോലെ ഈശ്വര ചൈതന്യമുണ്ട്. നമ്മൾ മറ്റൊരാളെ താഴ്ത്തി കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഈശ്വരനെയാണ് അപമാനിക്കുന്നത്. എല്ലാവരോടും വിനയത്തോടെ പെരുമാറുന്നത് ഒരു ആരാധനയായി കാണുക. നമുക്കുള്ള കഴിവുകൾ നമുക്ക് ലഭിച്ച സമ്മാനങ്ങളാണ് എന്ന് കരുതുക. ഇത് എനിക്ക് കിട്ടിയതാണ്, ഞാൻ നേടിയെടുത്തതല്ല എന്ന ബോധം വിനയം കൊണ്ടുവരും. എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഈ ജീവിതത്തിന് ദൈവത്തിനോട് നന്ദി പറയുക. വിനയം എന്നത് ബലഹീനതയല്ല, മറിച്ച് അതൊരു വലിയ കരുത്താണ്. അഹങ്കാരം ഇല്ലാതാകുമ്പോൾ അവിടെ സ്നേഹവും സമാധാനവും നിറയും. കൃഷ്ണൻ പറഞ്ഞതുപോലെ വിനയമുള്ള ഒരു ഹൃദയത്തിലാണ് ദൈവം വസിക്കുന്നത്. നമുക്കിന്നു മുതൽ ഞാൻ എന്ന ഭാവം വെടിഞ്ഞ് നമ്മൾ എന്ന ഭാവത്തിലേക്ക് മാറാം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ.